വിജയിക്കണം എന്നുണ്ടെങ്കിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് ട്രയാങ്കുലർ കൺസെപ്റ്റ്. അതിന് വിൻ 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 ഫിലോസഫി എന്നും പറയുന്നുണ്ട്. വിൻ 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 ഫിലോസഫി. ഒരു ട്രയാങ്കിൾ നമുക്കറിയാം, മുകളിൽ ഒരു കോണ്, താഴെ ബേസിൽ രണ്ട് ആംഗിൾസ്. അതിന്റെ മുകളിലുള്ള ബേസിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളുടെ വിജയം നമ്മൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? അതിൽ 3 കൺസെപ്റ്റ് ആണുള്ളത്. നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം. ഏത് കാര്യത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ടൈം ഫ്രീഡം ഉണ്ടായിരിക്കണം. ടൈം ഫ്രീഡം ഇപ്പോൾ BNI, ചിലവരൊക്കെ പറയും BNIയിലെ നമ്മൾ മെമ്പേഴ്സ് നോക്കുന്ന സമയത്ത് സമയമില്ല, രാവിലെ ടൈമില്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല എന്നൊക്കെ പറയും. അവരൊന്ന് ഏകദേശം കറക്റ്റ് ആയിട്ട് ബിസിനസ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആത്മപരിചിന്തനം ചെയ്യേണ്ടതാണ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസി ആവാനുള്ളതല്ല. നമ്മൾ ബിസി ആവുക എന്നുള്ളതല്ല, നമ്മൾ ഏറ്റവും ഫ്രീഡം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് നമ്മൾ ബിസിനസ്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബ്രാൻഡിന് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ആ ബ്രാൻഡിന് നമ്മൾ ഗ്രോത്ത് ഓരോ വർഷം കഴിയുമ്പോൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഈ 3 കാറ്റഗറിയും ഫുൾഫിൽ ചെയ്ത ഏതൊക്കെ ബിസിനസ് ഓണേഴ്സ് ആണ് ഉള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, ടൈം ഫ്രീഡം വേണം, അതേപോലെ തന്നെ ബ്രാൻഡിലും ഗ്രോത്ത് വേണം. ആരും ഇതിനകത്തില്ലേ? പിന്നെ ഈ 3 കാറ്റഗറി ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് ശരിയാവണം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ വിൻ ചെയ്യണം. എങ്ങനെയാണ് ഒരു കസ്റ്റമർ വിൻ ചെയ്യുക? കസ്റ്റമർ വിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് വാല്യൂ? അല്ലെങ്കിൽ ഒരാളെ വേണ്ടിയിട്ട് എന്ന് പറയും, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് വാല്യൂ? പ്രൈസ് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് ഒരു സാധാരണ വില. വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ മൂല്യം അനുസരിച്ച്. അതെനിക്കിപ്പോ ഞാൻ നോജിഷിന് ഒരു വർക്ക് കൊടുത്തു, നോജിഷ് അതിന് വില ഇട്ടു. പക്ഷെ എന്റെ ക്ലയന്റ്, ഇന്റർനാഷണൽ ക്ലയന്റ്, അതിന് ഒരു വാല്യൂ കൊടുത്തു. ഇനിയുള്ള എല്ലാ വർക്കും നോജിഷിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സോ ദാറ്റ് ഈസ് വാല്യൂ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് വാല്യൂ. താങ്ക് യു. ഒരു അതായത് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ പ്രൈസ്, നമുക്ക് തിരിച്ചിട്ടുള്ളതോ അതാണ് വാല്യൂ. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സിന് 10x വാല്യൂസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ബിസിനസ് എന്ന് ശ്രദ്ധിക്കുക. അത് നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് 100 രൂപയുടെ ഒരു സാധനമാണ് ആ കസ്റ്റമർ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ 10x എന്ന് പറയുന്നത് 1000 rupees. 1000 rupees വാല്യൂ നമ്മുടെ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ആത്മപരിചിന്തനം ചിന്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് അഡ്വക്കേറ്റ്സ് മാറ്റാൻ പറ്റണം. എന്താണ് അഡ്വക്കേറ്റ്? അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്ന കോടതിയിൽ വാദിക്കുന്നവർക്കാണ് നമ്മൾ അഡ്വക്കേറ്റ്സ് എന്ന് പറയാം. നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് നമുക്ക് വേണ്ടി ഒത്തിരി വാദിക്കുന്ന, നീ അവിടെ കൊടുത്താൽ മതി, പില്ലാൻ മൊബൈൽ ഫോൺ സർവീസിൽ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പില്ലാന്റെ നിങ്ങൾ ഫോൺ കൊടുത്താൽ മതി എന്ന് പറയണം. അതാണ് നമ്മുടെ. അതേപോലെ തന്നെ നമ്മളുടെ ഓരോ ബിസിനസ്സിനെയും നമുക്ക് വേണ്ടി വാദിക്കുന്ന തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആക്കി പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. റിലേഷൻഷിപ്പ് ഇന്നലെ ഒരു നമ്മുടെ റിൻസിന മാഡത്തിന് ഇന്നലെ LVHന്റെ രീതിയിൽ വിളിച്ച സമയത്ത് അവര് ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ റീസൺ പറഞ്ഞത് നമ്മൾ BNI പോലെ തന്നെ ഉള്ള ഒരു ഫാമിലിയാണ് അവരുടെ ക്ലയൻസ് എന്ന് പറഞ്ഞു. ആ ക്ലയൻസിനോട് അത്രയും രീതിയിൽ അവരുടെ ശക്തി റെപ്രസെന്റേറ്റീവ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു. അപ്പൊ അതായത് അവരോട് അത്രയും അറ്റാച്ച്ഡ് ആണ്, കസ്റ്റമേഴ്സിനോട് അത്രയും അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഒരു റൂട്ട്. രണ്ടാമത്തെ ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാഫ് ആൻഡ് ടീം മെമ്പേഴ്സ് ആണ്. സ്റ്റാഫ് ആൻഡ് ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇന്റേണൽ കസ്റ്റമർ ആണ്. നമ്മൾ ആ കസ്റ്റമറിനെ വേറെ രീതിയിൽ കാണരുത്. നമ്മളുടെ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇന്റേണൽ കസ്റ്റമേഴ്സ് ആണ്. എങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ കസ്റ്റമേഴ്സ് ഹാപ്പി ആവണം, വിൻ ചെയ്യാം? അവർക്ക് ഒന്നാമത് അവരുടെ കരിയർ ഗ്രോത്തിലായിരിക്കും. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ലെവലിലുള്ള എംപ്ലോയി നമ്മൾ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഗൂഗിളിലെ CEO വരെ ആവാനുള്ള ഒരു തരത്തിലുള്ള സ്ട്രാറ്റജി അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഓർഗനൈസേഷനിലും ഒരു ഈവൻ ട്രെയിനി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പാർട്ട്ണർ, ഡയറക്ടർ ബോർഡിൽ അംഗമാകാനുള്ള ഒരു സ്ട്രാറ്റജി നമ്മളുടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്.